അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിനെ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അടുത്തത് നോക്കാം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ n equal to 1 to infinity root of n plus 1 minus root of n minus 1 divided by n cube. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് root of n plus 1 minus root of n minus 1 by n cube ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ടൈപ്പ് ഇങ്ങനെ ഒരു കോൺജുഗേറ്റ് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ റൂട്ട് മൈനസ് റൂട്ട് ആ ഒരു ടൈപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ റൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് an is equal to ഇവിടെ ഉണ്ടായിരുന്ന ടൈം എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് n പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് n മൈനസ് 1 ആണ്. ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് n പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് n മൈനസ് 1 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് പ്ലസ് ആണ് കേട്ടോ, നോട്ട് എഴുതുമ്പോൾ തിരുത്തണേ. പ്ലസ് കൊണ്ടാണ് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തത്. ഇൻ ഇഫക്റ്റിൽ അത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിന് പ്രശ്നമൊന്നും സംഭവിക്കില്ല. ഇത് പ്ലസ് ആക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് മുകളിൽ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം വരുമ്പോൾ n പ്ലസ് 1 മൈനസ് n മൈനസ് 1 വരും. താഴെ നമുക്ക് n ക്യൂബ്, പിന്നെ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടി ഒരു റൂട്ട് n ഔട്ട്സൈഡ് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുക, അപ്പോൾ റൂട്ട് n പുറത്തേക്ക് പോരും. n ഔട്ട്സൈഡ് എടുത്ത് റൂട്ടോട് കൂടി പുറത്തേക്ക് പോരുമ്പോൾ റൂട്ട് n പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ നിന്നും നമുക്ക് ഈ n ഔട്ട്സൈഡ് എടുക്കുക, പിന്നെ ഒരു റൂട്ട് n. അപ്പോൾ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ഒരു റൂട്ട് n ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് റൂട്ട് n ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ n പുറത്തേക്ക് പോയില്ലേ, റൂട്ടോട് കൂടി പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ 1 പ്ലസ് 1 ബൈ n ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ 1 മൈനസ് 1 ബൈ n ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ n ക്യൂബ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ 2 ബാക്കി ഉണ്ടാവുള്ളൂ. താഴെ n ക്യൂബ് റൂട്ട് n ബൈ ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മളപ്പോൾ എടുക്കുന്നത് ബി എൻ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ. ബി എൻ നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബി എൻ ആ രീതിയിൽ വെട്ടിപ്പോകത്തക്ക രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു താഴെ നോക്കി ഇവിടെ n ക്യൂബ്, ഇവിടെ n റേസ് ടു 1/2 രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇവിടെ n റേസ് ടു 7/2 ആണ് താഴെയുള്ളത്. അപ്പോൾ മുകളിലും അത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ 1/n റേസ് ടു 7/2 ആണ് ഇവിടെ ബി എൻ ആയിട്ട് സെലക്ട് ചെയ്തത്. എന്നിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ ബി എൻ എടുക്കുമ്പോൾ 2 ടൈംസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ ഉണ്ടായിരുന്ന n റേസ് ടു 7/2 ബി എന്നിൻ്റെ n റേസ് ടു 7/2 മുകളിലേക്ക് പോകും. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ ആ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഇതാ ഈ ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ എന്നിന് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമും അതുപോലെ ഈ ടേമും 0 ആയി പോവും. ബാലൻസ് 2 ഇൻറ്റു 1/2. ഇവിടെ ഒരു 1ഉം കിട്ടും, ഇവിടെ ഒരു 1ഉം ബാലൻസ് ഉണ്ടാവും. അപ്പോൾ 1/2 ഇവിടെ ഉണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ നമുക്ക് 2 ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഇൻറ്റു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട്, പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് സിഗ്മ എൻ്റെയും സിഗ്മ ബി എൻ്റെയും ബിഹേവിയർ സെയിം ആയിരിക്കും. അപ്പോൾ സിഗ്മ ബി എൻ എന്ന് പറയുന്നത് ബി എൻ 1/n റേസ് ടു 7/2 എന്ന് പറയുന്നത് പി സീരീസ് ആണ്. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 7/2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ പി സീരീസ് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ സിഗ്മ എന്നും കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. അടുത്തത് ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/1 ഇൻറ്റു 2 ഇൻറ്റു 3 plus 3/2 into 3 into 4 plus 5/3 into 4 into 5 plus etc. അപ്പോൾ ഇതിൽ an നമ്മൾ അതിൻ്റെ ഒരു ബിഹേവിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം നോക്കിയിട്ട് ജനറൽ ഫോം അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ an ഈക്വൽ ടു 2n മൈനസ് 1/n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ആണ് അതിൻ്റെ ഫോം വരുന്നത്. നമ്മളിത് നോക്കി മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി താഴെ ഇവിടെ ഒരു n ഉണ്ട്, പിന്നെ ഇതിൽ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ടേമിൽ നിന്നും ഒരു n ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ n ക്യൂബ് ആണ് ഇതിൽ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിനോമിനേറ്ററിൽ വരാൻ പോകുന്ന ഡിഗ്രി n ക്യൂബാണ്. മുകളിലാണെങ്കിൽ n മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെട്ടിപ്പോവാൻ ബാലൻസ് ചെയ്യാൻ കണക്കാക്കി നമ്മൾ 1/n² ആണ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ 1/n². അപ്പോൾ n² കൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ ടോട്ടൽ n ക്യൂബ് അവിടെ വന്നോളും. അപ്പോൾ അതനുസരിച്ചിട്ട് കണ്ടോ, അങ്ങനെയാണ് ഏകദേശം നമ്മൾ ബി എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 1/n² എടുക്കൂ ബി എൻ ആയിട്ട്. an ബൈ ബി എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ n² വരും. ഇനി ഇതിൽ നിന്ന് ഈ n²ഉം പിന്നെ ഇതിൽ നിന്ന് ഒരു n കൂടെ ഔട്ട്സൈഡ് എടുത്ത് ഇവിടെ n ക്യൂബ് വരും. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക 2 മൈനസ് 1/n ആണ്. അതുപോലെ ഇവിടെ ഒരു n ഉണ്ട്, ഇതിൽ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുക, ഇതിൽ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുക. അങ്ങനെ n ക്യൂബ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റെപ്സ് ചെയ്യണം. പിന്നെ ഇവിടെ ബാലൻസ് ഉണ്ടാവുക 1 പ്ലസ് 1/n ഇവിടെ 1 പ്ലസ് 2/n ആണ് ബാക്കി ഉണ്ടാവുക. അതും അവിടെ എഴുതിയിട്ടുണ്ട്.
ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് അവിടെ എടുത്ത് കാണിച്ചിട്ടില്ല, നിങ്ങളത് ലിമിറ്റ് എടുത്ത് കാണിക്കണം. ലിമിറ്റ് എടുക്കുമ്പോൾ ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും. അപ്പോൾ നമുക്ക് 2 ആണ് ലിമിറ്റ് കിട്ടുക. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് എഴുതുമ്പോൾ സ്റ്റെപ്സൊക്കെ ശരിക്കും ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പോൾ 2 ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് ഈ രണ്ട് സീരീസുകളുടെയും ബിഹേവിയർ ലിമിറ്റ് കമ്പാരിസൺ തിയറം വെച്ചിട്ട് ഈ രണ്ട് സീരീസിൻ്റെയും ബിഹേവിയർ സെയിം ആയിരിക്കും. ഇവിടെ BN എന്ന് പറഞ്ഞാൽ ഒരു P സീരീസ് ആണ് വിത്ത് P = 2. അപ്പോൾ P > 1 ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ 2 ആയതുകൊണ്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിഗ്മ AN തന്നിരിക്കുന്ന സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. സെയിം പ്രോബ്ലം, സീരീസുകൾ മാറുന്നു എന്നേ ഉള്ളൂ, സെയിം പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്, സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിങ്ങിൻ്റെ കുറേ സീരീസുകൾക്ക് നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സീരീസുകളൊക്കെ അങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാ അടുത്തൊരു പ്രോബ്ലമാണ് ഇത് അവിടെ കിടക്കുന്നത്. ഇവിടെ നോക്കൂ, AN നമുക്ക് √10/2n+1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ BN ആയിട്ട്, VN അല്ല കേട്ടോ, BN ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. BN ആയിട്ട് ഇവിടെ N ഉണ്ട്, ഇവിടെ √10 ഉള്ളൂ. അപ്പോൾ മുകളിലൊരു √10 എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അവിടെ N വന്നോളും അല്ലേ. ഇവിടെ N ഉണ്ട്, പക്ഷെ ഇവിടെ √10 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ, വെട്ടിപ്പോവാൻ കണക്കാക്കി എടുക്കുമ്പോൾ BN നമ്മൾ 1/√10 എടുത്താൽ മതി. അപ്പോൾ ഈ √10 കൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ NN ഫസ്റ്റ് ഡിഗ്രി എന്നുള്ള രീതിയിൽ നിന്നോളും. ഒരേ ഡിഗ്രി വന്നാലല്ലേ ക്യാൻസലേഷൻ വരുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ BN സെലക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് ലിമിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലിമിറ്റ് 1/2 ആണ് കിട്ടുക. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ബോത്ത് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ, അത് കാരണം നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുക. ഈ ഫൈനൈറ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ലിമിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ BN എടുത്ത് നോക്കുക. BN ഒരു P സീരീസ് ആണ് വിത്ത് P = 1/2. 1/2 എന്ന് പറഞ്ഞാൽ <1 ആണ് അല്ലേ. അപ്പോൾ P സീരീസ് ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് സിഗ്മ ANഉം ഡൈവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. അടുത്തത് ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ 1 to infinity √1 + 4n ഡിവൈഡഡ് ബൈ 1 + 5n. സെയിം തന്നെ ഇവിടെയോ അതെ നമുക്ക് ഇത് കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ BN സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 4n ഇവിടെ ഒരു 5n ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ BN എടുക്കുമ്പോൾ √2 ഉണ്ട് അതിന്. അപ്പോൾ √4n/5n BN ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് 4/5 അപ്പോൾ AN/BN എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു 4n, ഇപ്പോൾ ഇത് 4n മുകളിൽ താഴെ നമുക്ക് 5n അല്ലേ. AN/BN എടുക്കുമ്പോൾ ഇതൊന്നും മാറും കേട്ടോ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മുകളിൽ 5n താഴെ 4n അല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതിയിട്ടുണ്ട് അവർ. മുകളിൽ 5n താഴെ 4n ആണ് വരിക. BN നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ AN/BN വരുമ്പോൾ. അപ്പോൾ ഇവിടെ 5n ഇവിടെ 4n. നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ 4n ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുക, റൂട്ടും കൂടി ആയിട്ട് പുറത്തേക്ക് വരും. പിന്നെ താഴെ അപ്പോൾ ഒരു √4n ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ 4n ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ 1/4n +1 ആണ് ബാക്കി ഉണ്ടാവുക. അതുപോലെ ഇവിടെ നിന്ന് 5n പുറത്തേക്ക് പോകും. അപ്പോൾ √5n ആണ് പുറത്തേക്ക് പോവുക, റൂട്ടും കൂടി ഉണ്ടാവുമല്ലോ. പിന്നെ ബാക്കി ഉണ്ടാവുക, റൂട്ടിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാവുക 1/5n +1 ആണ്. അപ്പോൾ ഇവിടെ √5n ഇവിടെ √4n കാണും. അതുമായിട്ട് ഇവർ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ കുറേ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. ഇനി നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക, വിച്ച് ഈസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. ഇവിടെ നമുക്ക് 4/5 ആണ് നമ്മുടെ BN ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ N മാറുന്നതിനനുസരിച്ചിട്ട് n/2 എന്ന് എഴുതേണ്ടി വരും കേട്ടോ. 1/2 എന്നല്ല, n/2 എന്ന് എഴുതേണ്ടി വരുവേ. n/2 ആണ് ഇവിടെ, 1/2 അല്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും n/2 എന്ന് പറയുന്നതിന് പകരം 1/2 എന്ന് പറഞ്ഞു തോന്നുന്നു. സോറി, n/2 ആണേ. അപ്പോൾ Nന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 4/5 Nന് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കോമൺ റേഷ്യോ വരുന്ന രീതിയിലുള്ള ജോമെട്രിക് സീരീസ് ആണ് നമുക്ക് കിട്ടുക. ഈ 4/5 എന്ന് പറഞ്ഞാൽ അത് <1 ആണ്. അതുകൊണ്ട് ഈ ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗിവൺ സീരീസ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഉള്ള പ്രോബ്ലം സെയിം തന്നെയാണ്. ഈ സീരീസിൻ്റെ കൺവേർജൻസ് ആണ്. അപ്പോൾ ഇത് റൂട്ടുള്ളതായതുകൊണ്ട് ഇതിന് നമ്മൾ ആദ്യം ഒന്ന്
LCM എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LC എടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനൊരു സീരീസാണ് കിട്ടുക, ഇങ്ങനൊരു ടേമാണ് കിട്ടുക. ഇങ്ങനെയുള്ള ടേം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ അതാ ഇതിൻ്റെ പ്ലസ് ടേം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് A + B × A - B ഫോമാണ്, ആ രീതിയിൽ എഴുതുക. താഴത്തതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് n ഉണ്ട്. ഇതിൽ നിന്നൊരു n പുറത്തെടുത്ത് റൂട്ടോട് കൂടി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ റൂട്ട് n ഇതിൽ നിന്ന് പുറത്ത് വരും. അതുപോലെ ഇതിൽ നിന്നും ഓരോ n വീതം 2 ടേമിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ഒരു റൂട്ട് n വീണ്ടും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ രണ്ട് റൂട്ട് n നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും ഈ 2 ടേമിൽ നിന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 ആണ് വരിക. പിന്നെ ഒരു n ഓൾറെഡി അവിടെ ഉണ്ട്, ഒരു റൂട്ട് n അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊരു റൂട്ട് n പുറത്തേക്ക് വരുമ്പോൾ റൂട്ട് n കൂടി n വരും. പിന്നെ ഇതിൽ നിന്നൊരു റൂട്ട് n പുറത്തേക്ക് വരുമ്പോൾ ഒരു റൂട്ട് n ബാക്കി ഉണ്ടാവും. അപ്പോൾ ഒരു n റൂട്ട് n ഉണ്ടാവും അവിടെ, റൂട്ട് ഓഫ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 1 + 1/n, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിൽ 1 + 1/n പ്ലസ് റൂട്ട് n പുറത്തേക്ക് പോയില്ലേ, ബാക്കി ഒരു 1 ആണ് അവിടെ ഉണ്ടാവുക, പ്ലസ് 1 അവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ലിമിറ്റ് കിട്ടാൻ പാകത്തിന് നമ്മൾ bn സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ n⁻³ ആണ് ഔട്ട് സൈഡ് ഉള്ളത് അല്ലേ. ഇവിടെ n ഉണ്ട്, ഇവിടെ n⁻1/2 ഉണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ n⁻³ ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ bnനും നമ്മൾ 1/n⁻³ എന്ന് എടുത്താൽ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റേഷ്യോൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തൊക്കെ പോയി ഇതിന് ലിമിറ്റ് കൊടുത്തൊക്കെ എഴുതുമ്പോൾ നമുക്ക് 1/2 ആണ് കിട്ടുക, വിച്ച് ഈസ് എ ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പർ. അതുകൊണ്ട് തന്നെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് പറയുമ്പോൾ ബോത്ത് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ ആണ്. അപ്പോൾ bnൻ്റെ കാര്യം നോക്കുക. bnൽ p സീരീസ് ആണ് വരുന്നത്. p = 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ >1 ആണ്. അതുകൊണ്ട് തന്നെ ആ p സീരീസ് കൺവേർജൻ്റ് ആണ്. p സീരീസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് നമ്മുടെ തന്നിരിക്കുന്ന സീരീസും കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഡിസ്കസ് ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് ദ സീരീസ്. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. അപ്പോൾ അതിൻ്റെ ജനറൽ ടേം എഴുതുമ്പോൾ നമുക്ക് 1/n × n+1 ആണ് വരുന്നത്. അപ്പോൾ രണ്ടിൽ നിന്നും കൂടി നമ്മൾ n², ഒരു n ഈ ബ്രാക്കറ്റിൽ നിന്നും കൂടി ഔട്ട് സൈഡ് എടുത്താൽ n² × 1 + 1/n ആണ് വരുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാൻ പാകത്തിന് bn നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 1/n² സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ 1/n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു p സീരീസ് ആണ് അല്ലേ. ഈ കൺവേർജൻറ്റ് ഹാർമോണിക് സീരീസ് ഒന്നും ഇവിടെ എഴുതേണ്ട, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഇറ്റ് ഈസ് p സീരീസ് വിത്ത് p = 2 ആണ്. p >1 ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ആ p സീരീസ് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ തന്നിരിക്കുന്ന സീരീസും കൺവേർജൻ്റ് ആയിരിക്കും എന്ന് എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ എളുപ്പമാണ് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം. നമ്മൾ ആ b സെലക്ട് ചെയ്യുമ്പോൾ വെട്ടിപ്പോവാൻ കണക്കാക്കി ലിമിറ്റ് കിട്ടുന്ന രീതിയിൽ ക്യാൻസൽ ചെയ്യാൻ കണക്കാക്കി അതിൻ്റെ പവർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം എത്ര ഔട്ട് സൈഡ് എന്നുകൾ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്ന് അത് എടുക്കുക. എന്നിട്ട് നമ്മൾ bn സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഇതാ എക്സസൈസിൽ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ 2 ടൈപ്പ് അല്ലേ വന്നത്, ഡയറക്റ്റ് കമ്പാരിസണും ലിമിറ്റ് കമ്പാരിസണും. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലംസും ആൻസേഴ്സും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4-5 പ്രോബ്ലം ഇതെടുത്ത് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.